നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ഇസ്രായേൽ പിടിച്ചെടുക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി. അടുത്ത മണിക്കൂറുകളിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയെ ഇസ്രായേൽ വധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടെഹ്റാനെ മിസൈൽ ആക്രമണത്തിൽ തരിപ്പണമാക്കുമെന്ന് മാത്രമല്ല, ടെഹ്റാനിലെ മുഴുവൻ ജനങ്ങളും ഉടൻ നാട് വിട്ടുപോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരവിറക്കിയിരിക്കുകയാണ്. യുദ്ധം 5-ാം ദിവസം പിന്നിടുമ്പോൾ ഇറാനിലെ മരണസംഖ്യ 300ലേക്ക് കുതിക്കുകയാണ്. ഇറാനിൽ 1300 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. അവരിൽ എത്ര പേർ സൈനികരാണെന്നും എത്ര സാധാരണക്കാരാണെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. ഇറാന്റെ പ്രതിരോധ ഇന്റലിജൻസ് സേനയിലെ എല്ലാ നേതാക്കളെയും വകവരുത്തിയതിനു പിന്നാലെയാണ് ആയത്തുള്ള ഖമനേയെ കൂടി വധിച്ച് ഇറാനെ നിർവീര്യമാക്കാൻ ഇസ്രായേലിന്റെ നീക്കം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആയുധശാലകളും ഉൾപ്പെടെ ഇസ്രായേൽ തരിപ്പണമാക്കി കഴിഞ്ഞു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വ്യോമ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്നും യുദ്ധം തുടരണമെന്നാണ് ഇറാന്റെ ആഗ്രഹമെന്നും അവർ ഇസ്രായേലിനെ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറയുന്നു. അറ്റകൈ പ്രയോഗമെന്നോണം ഇസ്രായേൽ ടെഹ്റാനിൽ അണുബോംബ് വർഷിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ടെൽ അവീവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽക്കാരോട് ഇറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഖമനേയെ ഇറാൻ അതിസുരക്ഷിതമായ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഖമനേയെ എവിടെ ഒളിച്ചാലും തങ്ങൾ കണ്ടെത്തുമെന്നും ഉദ്ദേശിക്കുന്ന സമയം കൊലപ്പെടുത്തുമെന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം നേടാനുള്ള നടപടികളിലാണെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ ടെൽ അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 8 പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുദ്സ സേനയുടെ 10 കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ ബോംബിട്ടതോടെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖസേമി ഉൾപ്പെടെ 4 ഉന്നത ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാനാകില്ലെന്നും ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം ഇറക്കിയതും ആശങ്കകൾക്കിടയാക്കുന്നു. ഇസ്രായേലുമായുള്ള നിലവിലെ സംഘർഷത്തിൽ ഇറാൻ വിജയിക്കില്ലെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ചാൽ US ആയുധസേനയുടെ മുഴുവൻ ശക്തിയും മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അവരുടെ മേൽ പുതുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പദ്ധതിയുള്ളതിനാലാണ് ഇസ്രായേൽ ടെഹ്റാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാന്റെ ആണവ താവളങ്ങൾ, മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധം എന്നിവ ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാൻ വരെയുള്ള ആകാശത്തിന്റെ നിയന്ത്രണവും ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ടെഹ്റാന്റെ വിധിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയാണ് ഉത്തരവാദിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലി ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തതിനാൽ ഇറാൻ വീണ്ടെടുക്കാൻ വളരെ സമയമെടുത്തേക്കാം. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാനും തുടർച്ചയായി 100 കണക്കിന് മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട്. ടെൽ അവീവ്, ജെറുസലേം, ഹൈഫ എന്നിവയുൾപ്പെടെ ഇസ്രായേലിലെ പല നഗരങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ മൂലം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ മരിച്ചവരുടെ എണ്ണം 17ആയി. ഇതിനു പുറമെ 74 പേർക്ക് പരിക്കേറ്റതായും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടെഹ്റാന്റെ വ്യോമാതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇനി മിസൈലുകൾ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനിയൊരു മിസൈൽ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്ന് ഭീഷണി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ടെൽ അവീവിലും റിഷോൺ ലെസിയോണിലും നടന്ന ഇറാൻ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനാൽ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേൽ വിശദമാക്കിയിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഹമാസിനൊപ്പം ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നിരുന്നു. യുദ്ധത്തിൽ ഹിസ്ബുള്ള ചേർന്നതോടെ സംഘർഷം ലെബനനിലേക്കും ഹൂതികളുടെ പങ്കിനെ തുടർന്ന് യമനിലേക്കും പടർന്നു. സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നയിച്ചു. ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ സംഘടനകളാണ് അവരെല്ലാം. അതിനാൽ ഇസ്രായേൽ സിറിയയെയും ഇറാഖിനെയും ലെബനോനെയും ഒരേ സമയം ആക്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.